ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കനോലിക്കനാൽ പുഴയിലെ ഒരു സുഹൃത്ത്, നമ്മളെ സുഹൃത്താണ്. അവൻ മീൻ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ആ മീൻ പിടിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് മീൻ കിട്ടുമോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതാണ്. കനോലിക്കനാൽ പുഴ കേട്ടോ. കനോലിക്കനാൽ പുഴയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിൽ ബാക്ക് സൈഡാണ് കനോലിക്കനാൽ പുഴ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, എന്നിട്ട് അഭിപ്രായം പറയാം. മീൻ കിട്ടിയതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് നമ്മളെ സുഹൃത്തിനെയും ഞാൻ പരിചയപ്പെടുത്തുക. എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ എൻ്റെ നാട്ടിലിപ്പോൾ ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയായിരിക്കുന്നു. എല്ലാവരും കനോലിക്കനാൽ പുഴ കാണുക, അതുപോലെ മീൻ പിടിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ സുഹൃത്ത് മീൻ പിടിക്കുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ സുഹൃത്ത് മീൻ പിടിക്കുന്നത്. അപ്പോൾ ആ മീൻ പിടിച്ചതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. എന്താണ് മീൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻ ഏതൊക്കെയാണെന്ന് കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ മീനെ കാണിച്ചു തരാം. അപ്പോൾ ചെമ്പല്ലിയാണ് കേട്ടോ. ഇതാണ്, കണ്ടില്ലേ, ഇതാണ് ചെമ്പല്ലി. കണ്ടില്ലേ, ഇതാണ് കനോലിക്കനാൽ പുഴയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ കനോലിക്കനാൽ പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത് നമ്മളെ സുഹൃത്താണ്. അപ്പോൾ വെറുതെ വന്നിങ്ങനെ വീയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ ചെമ്പല്ലിനെ കിട്ടിയത്. അപ്പം ഇത് ഇവിടെ കനോലിക്കനാൽ പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതാണ് പാറക്കട ഭാവമാണ് കേട്ടോ. പാറക്കട ഭാവമാണ് ഈ പുഴ. ഈ പുഴയിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ നമ്മളെ സുഹൃത്തുക്കൂടെ വന്ന് ഇത് മീൻ പിടിക്കുന്നത്. അത് ആ മീനെയും കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ചെമ്പല്ലി. ഇതാണ് ചെമ്പല്ലി. കണ്ടില്ലേ, ഈ ചെമ്പല്ലിയും പിന്നെ അതുപോലെ ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ചെമ്പല്ലി. അപ്പോൾ നമ്മൾ സുഹൃത്ത് അത് എടുക്കുന്നത് കാണാം. അതാണ്, കണ്ടില്ലേ, ചെമ്പല്ലിയാണ് കേട്ടോ. അതാണ് ചെമ്പല്ലി. അല്ലടാ, ഇതല്ല ചെമ്പല്ലി. ഇതല്ല ചെമ്പല്ലി. ഒരു 2-3 ചെമ്പല്ലി കൂടെ കിട്ടണം അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വലൻ്റെ വീതിൽ നമ്മൾ സുഹൃത്ത് ആ ചെമ്പല്ലി പിടിച്ചതാണ്. ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ച ഒരു ചെമ്പല്ലി കണ്ടില്ലേ, ഇതാണ് സാധനം. കണ്ടോ? അപ്പം ഇതാണ് നമ്മളെ പാറക്കട പുഴയാണ്. പാറക്കട ഭാഗമാണിത്. അക്കരെ അവിടെ സിനിമേൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അക്കരെ സിനിമേൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുക. കനോലിക്കനാൽ പുഴ എന്നറിയപ്പെടുന്ന ഭാഗം വരുന്ന പാറക്കടവ് ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം എവിടെയാണ് ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ വീഡിയോ വന്നതായിരുന്നു. അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ ഇനി അടുത്ത വളരെ വീഡിയോ ഉണ്ട്, ഞങ്ങൾ അതും കൂടെ നിങ്ങളിലേക്ക് കാണിക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് പോലെടാ. അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി മീൻ്റെ പടം ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അതും പടം ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം. പുഴേൻ്റെ വക്കിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കേട്ടോ. പുഴേൻ്റെ വക്കിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത്. കണ്ടില്ല, ഇതാണ് പാറക്കട ഭാഗം. ഇതിൻ്റെ അപ്പുറമാണ് ചരക്കട ഭാഗം. അപ്പോൾ ആ ചരക്കട ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം വീഡിയോയിൽ ഇട്ടിട്ടിരുന്നു. പുഴേൻ്റെ ഭാഗമാണിത്. പുഴേൻ്റെ വക്കാണ് ഇത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത വല വീഴുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ തന്നെ കാണുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും പുതിയ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക.
ബെല്ലൈക്കൻ അമർത്താതെ ആരും ഇതാക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ അമർത്തിയതിന് ശേഷം ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി മീൻ പിടിക്കുന്ന വീഡിയോ വേണം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലെ കനോലി കനാൽ പുഴയിലെ ഒത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഈ തൊടിയിലൂടെ നടക്കുകയാണ്. ഇതിൻ്റെ പുഴ പെടാതെ ഒക്കെ തന്നെയാണ് കേട്ടോ കാണിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്ത് ആ വല വീണുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ വല വീണുമ്പോൾ ആ അഭിപ്രായം പാടെ നിങ്ങൾ പറയണം കേട്ടോ. അതിൻ്റെ വല വീസിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അല്ല കൂട്ടാ, നിൻ്റെ വല വീസിൽ എങ്ങനെ ഉണ്ടുള്ളത് ഒന്ന് എല്ലാവരും ഫ്രണ്ട്സ് ഒന്ന് നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അത് നമ്മളെ ചങ്കു മുത്തുമണിയാണ്, നമ്മളെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ നിങ്ങളും അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ നമുക്ക് കനോലി കനാൽ പുഴയുടെ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് കനോലി കനാൽ പുഴയുടെ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെയാണ്. കനോലി കനാൽ പുഴ ഇങ്ങനെ പാറക്കടവ് ഭാഗമാണ് കേട്ടത്. ഇതിൻ്റെ സൈഡിലൂടെയാണ് പുഴ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സുഹൃത്ത് വീഴണത് ഇങ്ങനെ നോക്കാം. എടാ വീണിട്ട് മുങ്ങല്ലേ? ഒന്ന് മുങ്ങിയൊക്കെ വിടിനോ? വെള്ളം കയറ്റാ? മുങ്ങല്ലേ? അത് ശരി, അത് ശരി. അപ്പോൾ അവൻ മുങ്ങലുണ്ടായിരുന്നു, ഇപ്പം മുങ്ങലില്ല എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് വീതിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഴുന്നത് നമുക്ക് കാണാം എങ്ങനെയുണ്ട്, വീശുന്നത് എങ്ങനെയാണെന്നുള്ളത്, വല വീശുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. മീൻ കിട്ടുന്നതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം കേട്ടോ. എന്താ പോണതാ? ഒന്നുമില്ല, ചണ്ടി ഓറുണ്ടല്ലേ? അപ്പോൾ അതിലൊന്നും കാണുന്നില്ല. വെള്ളം കയറ്റാണ് ഇപ്പോൾ സംഭവം. അതാണ് വെള്ളം കയറ്റല്ലേ ഉണ്ടല്ലേ? കയറ്റാണ്, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മൾ തുനി ഇവിടെ ഉണ്ട്, നമ്മൾ സുഹൃത്താണ്. ഇതാ മുകളിലുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇതാണ് നമ്മൾ സുനി. നമ്മുടെ സുനിയാണ് ഇതിൻ്റെ വീടിൻ്റെ മുകളിലുണ്ട്. സുനി എന്തൊക്കെയാ വർത്തനോ? സുഖമല്ലേ? അപ്പോൾ നമ്മളെ സുഹൃത്താണ് സുനി, നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയാം നമ്മൾ സുനിയാണ് ഇവിടെ ഉണ്ട്. സുനീനെ വീടിൻ്റെ അടുത്താണ് ഈ പാറക്കട്, നമ്മൾ പുഴയാണ്. ഞാൻ കനോലി കനാൽ പുഴ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ പുഴയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. അപ്പോൾ അതിൽ മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്, വെള്ളം കയറുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കനോലി കനാൽ പുഴയാണ്. ഈ പോകുന്നതാണ് ഇങ്ങനെ പാറക്കടവ് ഭാഗം ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്കറിയാം, എൻ്റെ പേര് കിഷോർ കുമാർ എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുള്ള എല്ലാ വീഡിയോസും എൻ്റെ ചാനലിലുണ്ടാവും, നിങ്ങളെല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഴുന്നത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഏതായാലും നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കി കേട്ടോ.
കനോലി കനാൽ പുഴ കണ്ടില്ലേ, ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കനോലി കനാൽ പുഴ, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കനോലി കനാൽ പുഴ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വീണത് നോക്കാം, എങ്ങനെ മീൻ കിട്ടുന്നുണ്ടോ ഒക്കെ ഞാൻ നിങ്ങളിൽ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കാം ഇതിൽ മീനുണ്ടോ എന്നുള്ളത്. നമ്മളൊക്കെ വീഡിയോയിലേക്ക് മീൻ ഇതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പോവുകയാണ്. അപ്പം നോക്കാം നമുക്ക് മീനുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പം അവൻ പറഞ്ഞു മീനുണ്ട് എന്നുള്ളത്. അപ്പം നോക്കാം എന്തൊക്കെ മീനുണ്ടോ എന്നുള്ളത്. മീനുണ്ടോ എന്ന് ഉറപ്പാണോ? അപ്പോൾ പറഞ്ഞ് റെഡി കേട്ടില്ലേ. അവൻ മീനുണ്ട് എന്ന് പറഞ്ഞത് കണ്ടില്ല, മീനാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് നമ്മളെ വീഡിയോൻ്റെ പവറിൽ നിന്നാണ് ഇല്ലടാ, എൻ്റെ വീടിൻ്റെ പവറിനാണല്ലേ. അപ്പോൾ അതാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ മീനിൻ്റെ ഭാഗ്യം നമ്മളെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോഴും എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളും നമ്മുടെ കനോലി കനാൽ പുഴയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. അവിടെ മാലാനാണ് കേട്ടോ, നിങ്ങളെ അറിയുന്ന മാലാനാണ്. അത് താഴ്ത്തിട്ടാ, അത് താഴ്ത്തിട്ട് കണ്ടില്ല. ഇതാണ് സാർ മാല, ഇതിനാണ് ഈ മാലാന്ന് പറയുന്നത്. നിങ്ങളവിടേക്ക് എന്തായാലും ഇതിന് പറയാമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. ഇവിടെ പറയുന്നത് മാലാൻ എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. മാല കണ്ടില്ലേ, 3 എണ്ണുള്ളടാ, 3 മാലാണ് കേട്ടോ. 3 മാലാനുണ്ട്. അപ്പോൾ 3 മാലാനാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ, അതാണ് മാലൻ. കണ്ടില്ലേ, അതാണ് മീൻ. കണ്ടല്ലേ, ഇതാണ് മീൻ. കണ്ടോ, കണ്ടില്ലേ, ഇതാണ് കണ്ടില്ലേ സാധനം. കണ്ടില്ലേ, ഇതിനാണ് ഇവിടെ മാല എന്ന് പറയാം. അപ്പം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതെന്താ സാധനം. കണ്ടില്ലേ, ഇതാണ് മീൻ. അപ്പം ഇനി അടുത്തത് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. നമ്മളെ ഈ സുഹൃത്തുക്കളെ അതായത് ഒരു മീൻ പിടിക്കുന്നൊരു സുഹൃത്താണ് കേട്ടോ. ശശിട്ടാ ഓക്കെ. നമ്മളെ പ്രവാസികളൊക്കെ കാണുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മളെ പാറക്കടവുള്ള നമ്മളെ ശശിയേട്ടനാണ്, കെട്ടിട പണിക്കൊക്കെ പോകുന്ന സുഹൃത്താണ്. അപ്പോൾ മൂപ്പര് വീടിൻ്റെ തൊട്ടടുത്തിനാണ് കേട്ടത്. ഈ പാറക്കടവ് പുഴയാണ്. ഞാൻ ഒരുപാട് വീഡിയോ, ഇതാണ് മൂപ്പര് വീട്. ഒരുപാട് വീഡിയോ ഞാൻ കനാൽ പുഴയെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി മഴക്കാലം വന്നാൽ നമുക്ക് വീഡിയോൻ്റെ ഈ മീനിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ടാവില്ലേ സീട്ടാ? മെനക്കടമുള്ള വീഡിയോ നമ്മൾ ഇതിലുണ്ടാവും. ഞാൻ കുറേ വീഡിയോ കരിമീനെ പിടിക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ മഴക്കാലം കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മീൻ പിടിക്കുന്ന പരിപാടി എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അക്കരെ കോൺക്രീറ്റ് ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കനോലി കനാൽ പുഴ, ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുഹൃത്ത് അടുത്ത വല ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മളെ കനോലി കനാൽ പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നത് നിങ്ങൾക്കൊന്ന് വീഡിയോ എത്തിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വെച്ചിട്ടാണ്.
അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കനാൽ പുഴ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള കനോലി കനാൽ പുഴയെക്കുറിച്ചുള്ള കുറേ വീഡിയോസും എൻ്റെ നാടിനെക്കുറിച്ചുള്ള വീഡിയോസും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം കനാൽ പുഴയിൽ കരിമീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ മീൻ പിടിക്കുന്ന വീഡിയോ, എന്തൊക്കെ മീനെ കിട്ടുന്നുള്ള നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നമ്മളെ സുഹൃത്തിപ്പോൾ വീഴാൻ വന്നപ്പോൾ അത് നിങ്ങളിലേക്ക് വീഡിയോ ആക്കി എത്തിക്കുക എന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സസ്യേട്ട പിന്നെ വേറെ എന്തൊക്കെ വർത്താനോ സോലെ പണിയിലിപ്പോൾ ആയില്ല. അപ്പോൾ നമ്മളെ സസ്യേട്ടനാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ സസ്യേട്ടൻ കേട്ടോ. നമ്മളെ സസ്യേട്ടനാണിത്. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് വീഴുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം. നമ്മളെ സുഹൃത്തിൻ്റെ വീസൽ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ആഹാ, അടിപൊളി വീസലല്ലേ. നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ സുഹൃത്തിൻ്റെ വല വീസുന്നതിനെ കുറിച്ചുള്ള കടപ്പുറം വീസൽ. നമ്മളെ സുഹൃത്ത് കടപ്പുറത്തെ സുഹൃത്താണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മളെ മണ്ണൂരോട് ഇക്കരെ മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് വീഴുന്നതിൻ്റെ വീശി വല വലിക്കുകയാണ്. അപ്പോൾ അതിലുണ്ടോയെന്നുള്ളത് നോക്കാം. ചണ്ടി നല്ലോണ്ടാ ആടാ, അതിലൊരു മാലാനുണ്ട് കേട്ടോ. അതിലൊരു മാലുണ്ട്, കണ്ടില്ലേ? അതിലൊരു മാലാനുണ്ട്. അപ്പോൾ നമ്മൾ സസ്യേട്ടനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതാണ് സസ്യേട്ടൻ. സസ്യേട്ടൻ ഒന്നും കൂടെ നോക്കൂ. നമ്മളെ സസ്യേട്ടനുണ്ട്, കെട്ടിൻ്റെ പണിയൊക്കെയാണ്. അപ്പോൾ കെട്ടിൻ്റെ പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ കനാൽ പുഴയിലെ എൻ്റെ വക്ക് തന്നെയാണ് ഇവരുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്ത് മൂന്നാമത്തെ വല വീശി. ആ വീശിയ ഒരു മീനാണ് ഇപ്പോൾ അതിലുള്ളത്. അതിന് നിങ്ങളോട് പറഞ്ഞു ഈ മീനിൻ്റെ പേര് കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഇവിടെ മാലാൻ എന്നാണ് പറയാം അല്ലേ സീട്ട്? എന്താ അതിന് പറയാം ഇവിടെ? നമ്മൾ മാലാനല്ലേ പറയാം. മറ്റുള്ള സ്ഥലത്തേക്ക് വേറെ പേരുണ്ടോ ഇതിന്? എന്താ പേര്? നമ്മളിവിടെ മാലാന്ന് പറയും അല്ലേ? എടാ കുട്ടാ, വേറെ എവിടേക്ക് എന്തോ പറയുമോ ഇതിന് മീന് മാലാന്? അതെ, ബേപ്പൂർ ഭാഷയിലേക്ക് എന്താ പറയുക? മാലാന്നല്ലേ? അപ്പോൾ പല നാട്ടിൽ ഓരോ മീനിന് പേരാണ്. അപ്പോൾ അതിലൊരു മീനാണുള്ളത്, കണ്ടില്ലേ? അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മീനാണുള്ളത്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കണ്ടല്ലേ? അതാണല്ലേ? ഇതണ്ട കണ്ട, ഇതാണ് സാധനം. ഇതിന് എന്താണെന്ന് പറയണമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ സുഹൃത്ത് പറഞ്ഞിട്ട് എത്ര വല ചെയ്യും സുഹൃത്തെ? എത്ര വല ചെയ്യുന്നുണ്ട്? ഒരു വലയുമാണ് വീയാണെന്ന് പറയണം. അപ്പം നോക്കാം അതിലെങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നിർത്തി പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു വലയുമാണ് വീഴുക. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമ്മളെ സുഹൃത്ത്, നമ്മളെ സബ്സ്ക്രൈബറാണ്, നിങ്ങളെല്ലാവരും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പേര് കിഷോർ കുമാർ എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേരാണ് സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ. അപ്പോൾ അതുപോലെ നിങ്ങളെ വ്യത്യസ്തമായ ചിരിക്കാനുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ടാവും. നിങ്ങളെല്ലാവരും ചിരിച്ച് സന്തോഷിക്കുക. അതുപോലെ ഇത് എൻ്റെ നാട്ടിലെ കാഴ്ചകളും അത് കനോലി കനാൽ പുഴയിലെ മീൻ പിടുത്തവുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വലയുമ്പാട് ആ സുഹൃത്ത് വീഴുന്നുണ്ട്, അതുപാടെ നമുക്ക് കണ്ടിട്ട് നമ്മൾക്ക് ഈ വീഡിയോ വൈകിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് വീഴുന്നതോടെ നമുക്ക് നോക്കാം. കണ്ടില്ലേ? ഇതെന്താ ചേട്ടാ? ഉണക്കച്ചെമ്മിയോ? ഉണക്കച്ചെമ്മി നമ്മൾ സസ്യേട്ടൻ എടുത്ത് വെച്ചാൽ കേട്ടോ. ഉണക്കച്ചെമ്മിയാണിത്. ഈ ചെമ്മി പുഴയത്തെ ഉണക്കച്ചെമ്മിയാണിത്. അപ്പോൾ നമ്മൾ ആ സുഹൃത്തിൻ്റെ ഒരു വലയും പാടെ വീഴുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അക്കരെ അവിടെ പണി നടക്കുന്നുണ്ട്, കോൺക്രീറ്റ് ആയിരുന്നു. അപ്പോൾ അത് ആ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കനോലി കനാൽ പുഴയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കടന്നു പോയിട്ട് ഇതിലൂടെ ഞാൻ പോവാറ്, ഈ പുഴയുടെ വക്കിലൂടെയാണ് ഞാൻ പോവാറ്. അപ്പോൾ നമ്മൾ ആ സുഹൃത്ത് വീഴുന്നുണ്ട്, നമുക്ക് നോക്കാം.
അപ്പം കണ്ടില്ല വലിക്കുകയാണ് വല. അപ്പം നിങ്ങളെല്ലാവരും നോക്കുക ഇതിൽ മീൻ ഉണ്ടോയെന്നല്ല കേട്ടോ. എന്താ പാടെ കൂട്ടാ ഉണ്ടോ? അതെന്താ കാലിയായി പോയി? ഒരു മീനും പോലും ഇല്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ആ വലക്ക് ഒരു മീൻ പോലും ഇല്ല. ഇതാണ് കഥ. അതെന്താ ഇങ്ങോട്ട് മീനില്ലടാ? കിട്ടില്ല. ആ നമുക്ക് അറിയാല്ലേ, ഇവൻ നല്ല നേക്കുള്ള ആളാട്ടോ നമ്മുടെ സുഹൃത്ത്. അണ്ടോ അങ്ങോട്ട്, അതാണ് ഒരു വലിയപാട് വീഴുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം അങ്ങോട്ട് നോക്കിയപ്പോൾ പോയി ഇതിപ്പോൾ ഒരു മീൻ പോലും ഇല്ല. ആ അങ്ങോട്ട് വെള്ളം കൊടുത്തില്ല ചേട്ടാ, അതുകൊണ്ടായിരിക്കില്ലേ സ്ഥലം വിട്ടു അല്ല. അപ്പം അതിലൊരു മീൻ പോലും ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പം ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ മീൻ നേരത്തെ കാണിച്ചു. അപ്പം മീനൊന്നും കൂടെ കാണിച്ചിട്ട് ജസ്റ്റ് ഇതാണ് കിട്ടിയ മീൻ കേട്ടോ. ഇതാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞ സാധനം. ഇതിനെവിടെ ചെമ്പല്ലി എന്ന് പറയാം. ഈ സാധനത്തിൻ്റെ പേര് നിങ്ങൾ പറയാം, ഇതെന്താണെന്ന് പറയും കേട്ടോ. ഇതാണ് ചെമ്പല്ലി, കണ്ടില്ലേ ചെമ്പല്ലി. ഇതാണ് സാധനം. ഇതിനെന്താണെന്ന് നിങ്ങൾ പറയാം, അവിടേക്ക് എന്താണെന്ന് ഇതിന് പേര് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ മാലാൻ, ഇതാണ് കണ്ടില്ലേ മാലാനാണ് കേട്ടോ. പാത്രത്തിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ, കണ്ടില്ലേ കണ്ടോ, ഇതാണ് സാധനം. അപ്പം അതാണ് സംഭവം ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചത്, കണ്ടില്ലേ. അപ്പോൾ രാത്രി നമ്മളെ കിട്ടുള്ളൂ അതാ. അപ്പോൾ അവന് അറിയാം, ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഈ ഒരു വലിയപാട് വീഴുള്ളൂ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ അവൻ പറഞ്ഞാൽ അതിന് കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലായി കേട്ടില്ലേ. ആ രാത്രി കിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കും പാടെ മനസ്സിലായിട്ടുള്ളൂ അല്ലേ അല്ലടാ. അപ്പം നമ്മൾ സബ്സ്ക്രൈബറാണ്, നമ്മൾ ചങ്ക് കുത്തുമണിയാണ് കേട്ടോ. അവര് അതിൻ്റെ പേരൊന്ന് പറയടാ. രതീഷ്. അപ്പോൾ രതീഷാണ് കേട്ടോ നമ്മൾ ചങ്ക് മുത്തുമണിയാണ്. അവൻ്റെ വർക്ക് സെൻട്രി പണിയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെ വാടകയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ സുഹൃത്തിന് മീൻപിടുത്തത്തെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവളെ കമൻ്റ് ഒന്ന് നോക്കൂ, എങ്ങനെയുണ്ട്. എൻ്റെ ചാനൽ കാണുന്നതാണ് അല്ലേ രതീഷേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഒരു ഓക്കെ ഓക്കെ കണ്ടില്ലേ ആ പോവാണ്. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സസ്യേട്ടാ ഓക്കെ അല്ലേ? നമ്മൾ പോവാണ്. അപ്പോൾ ഞാനും കണ്ട് പോവാണ്. അപ്പോൾ സസ്യേട്ടാ ഓക്കെ. അപ്പോൾ നമ്മൾ സുഹൃത്ത് പോവാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ടാവും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറന്നു പോകരുത്, ബെല്ലൈക്കൻ പ്രത്യേകം അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ ബൈ. കനാൽ പുഴയെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ ഒരുപാട് എൻ്റെ നാട്ടിലെ കാഴ്ചകളും കനാൽ പുഴയിലെ കാഴ്ചകളും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോസ് ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ.